ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെയാണ് കുഞ്ഞാ? ഒറൈൻ മോൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളൊന്ന് ഫാമിലി ആയിട്ട് പുറത്ത് പോകുന്നത്. അപ്പം ഞാനും അമ്മും മമ്മിയും എല്ലാവരും കൂടെ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നല്ല മഴയുണ്ട്. ഇന്നത്തെ വെതർ അതായത് ഭയങ്കര ക്ലൗഡിയാണ്. സൺ വന്നിട്ട് പോലുമില്ല. അപ്പോൾ സൺ വന്നിട്ട് തിരിച്ചു പോയി. നല്ല സൺ വന്നില്ല. ഇന്ന് ഫുള്ളൊരു മൂടൽ മാതിരിയും പിന്നെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകി പറയുന്നത് സണ്ണ് വെക്കേഷന് പോയിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സണ്ണ് വെക്കേഷന് പോയതുകൊണ്ട് ഞങ്ങളും വെക്കേഷന് പോവാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ. ഇതാ അമ്മണി, ഇതാണ് മഹേഷേട്ടൻ. എന്താ നടന്നല്ല പോകുന്നത്, നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ല മഴയുടെ ഇതാണ്, നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ബാംഗ്ലൂർ വെതർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര തണുപ്പാണ്. ആൻഡ് ചെന്നൈയിലൊക്കെ ഇപ്പോൾ സൈക്ലോൺ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയെന്ന് പറയുന്നത്. കഴിഞ്ഞ 2 days ആയിട്ട് ഇതേപോലെ തന്നെയാണ്, ഭയങ്കര മൂടലും. പിന്നെ രാവിലെ ഒന്നും മഴ പെയ്തിരുന്നില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഫുൾ ചാറ്റൽ മഴയാണ്. കുറച്ച് നന്നായി പെയ്തിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ശരി ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങും. കുറേ ആയി ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ അങ്ങനെ മമ്മിയെ അമ്മൂനെ ഇവിടെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ആദീഷ്. അല്ലല്ലോ, അവിടെ ഉണ്ടടി പാർക്കിംഗ് പറയുന്നു. എന്താ ഇവിടെ എഴുതി വെച്ചോണ്ടോ? ഇവിടുന്ന് നോ എൻട്രി. പാർക്കിംഗ് തപ്പി നടക്കുക. ഇവിടെയാണ് പാർക്കിംഗ്. അതെല്ലോ. അപ്പുറത്തെ സൈഡിൽ നിന്റെ അങ്ങനെയല്ല, അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നിന്റെ തലയിൽ കയറിയിട്ട് എന്റെ തലയിൽ കയറിയിട്ട് ചാടിയിട്ട് പിന്നെ ആളെ പാർക്ക് ചെയ്യാം. എത്തിയില്ല. ഇവിടെ അടുത്ത സ്ഥലമുണ്ട്. എന്തായാലും ചേട്ടന് വലിയ ഇതൊന്നും അല്ല. എന്താ പറയാ, നമ്മള് ഹെയർ പിന്നിൽ കൂടെ ഒക്കെ പോയതല്ലേ, അതല്ലേ പറഞ്ഞ ഹെയർ പിന്ന്. ഞങ്ങള് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അതിൻ്റെ ഫ്ലോറിലേക്ക് പോവാണ്. ഇവിടെ പാർക്കിംഗ് നമ്മൾ എനിക്കൊന്ന് 3ാമത്തെ ഫ്ലോറാണ്, 2ാമത്തെ ലെവലിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി അകത്തേക്ക് പോവാണ്. സോ എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
സോ പാർക്കിംഗ് നമ്മൾ നേരെ ഇവിടെ ലെഫ്റ്റ് വഴിയാണ്. യൂഷ്വലി നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നമ്മളപ്പം അവിടുന്ന്, അതായത് ഈ പാർക്കിംഗ് നമ്മൾ അടുത്ത പാർക്കിംഗ്, അതായത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പാർക്കിങ്ങിലൂടെ നമ്മളിനി വേച്ച് ഒറൈൻ മോളാണ്. എങ്ങോട്ടാണ് എത്തുന്നത് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ ഈ ഓലയിലൊക്കെ വന്ന് ഇവിടെ ഫ്രണ്ട് ഇറങ്ങുന്നതുകൊണ്ടൊന്നും അറിയത്തില്ല. ദാ നമ്മൾ ഇവിടെയാണ്. ഓർക്കുന്ന വന്ന് ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങടാ? ഓ അവിടെ പോകണം. ഇങ്ങനെ ഓഹോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരേണ്ടത്. ഓർമ്മ വെച്ചോ, ഓർക്കാൻ. അതായത് മെയിൻ അവിടുന്ന് പാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരണം, ഈ ഒരു ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ നമ്മൾ പോവാണ്. സോ മമ്മി പറയുന്നത് ഓലയിൽ വന്ന് അങ്ങനെ ഇറങ്ങുന്ന ഏറ്റവും സുഖമെന്നാണ് മമ്മി പറയുന്നത്. അതായിരുന്നു സുഖമെന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളാണ് മനസ്സിലായി. സോ ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മൾ യൂഷ്വലി അങ്ങനെ അകത്ത് കയറുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യൂ നമ്മൾ കണ്ടിട്ടില്ല. ഏതോ ഫ്രീ മാർക്കറ്റ്. നല്ല രസമുണ്ട്, വെതറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല തണുത്ത് കുറച്ചാണ് നടക്കുന്നത്. ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇത് ഏതാടി ഈ ഭാഗം? ദിറ്റ് ഇസ് നോട്ട് ഫ്രം ആ ഒരു സൈഡല്ല. അല്ല നമ്മളെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് വേറെ എവിടെയാണ്? ഓ അല്ലമ്മോ, നിനക്ക് ഓർക്കുന്നോ നമ്മൾ ഈ ലേക്കിന്റെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയി നേടി? അതാണ് സംഭവം. ആ എൻട്രൻസിൽ കൂടെ വരേണ്ട ആവശ്യമില്ല. വാ വാ വാ, കം കം. മഹേഷേട്ടനും ഒക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇവിടെ ലേക്കിൻ്റെ സൈഡിൽ വരത്തില്ലേ, ആ സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട്. ഇപ്പം മനസ്സിലായില്ലേ? ആ, ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു മനസ്സിലായത്. പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. ഇവിടെ വിന്റർ ക്ലോത്ത്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു 2 പീസ് എടുത്താൽ ഇറ്റ് ഇസ് 500. 500 ರುಪೀಸ್ನ രണ്ടെണ്ണം. 1 300 ಎರಡು ತಗೊಂಡ್ರೆ ഇത്തരം സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോകണത്. ഈ സാധനം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിക്കോറ്. നല്ല മഴയാണ്, അതുകൊണ്ട് എല്ലാവരും അവർ വാരിക്കെട്ടി പോകുന്നത്. സോ ഞാൻ വീണ്ടും മഴ തോർന്നു കഴിയുമ്പോൾ ഐ ജസ്റ്റ് കം ആൻഡ് ഷോ യു ഗൈസ്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് 200 റുപ്പീസാണ് ഡോം. സോ ഇൻസൈഡ് നമുക്ക് എല്ലാ സംഭവങ്ങളും കാണാം. നല്ല രസമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ടിക്കറ്റ്സ് ഇവിടെയാണ്. വെറൈറ്റി സാധനങ്ങളൊക്കെ. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്.
കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ദ തിങ് ഈസ് ഇറ്റ്സ് റെയിനിങ്, നത്തിങ് ക്യാൻ ബി ഡൺ. എല്ലാവരും ഇവിടെ കയറി നിൽക്കുക, ഇവിടെ കയറി ഞങ്ങൾ ഉള്ളിൽ വന്നു. അപ്പോൾ ദാ ഇങ്ങനൊരു സംഭവം കാണും. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല രസമായിട്ടുണ്ട് ഒരു ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കാണ്. ഞങ്ങളത് ഞായറാഴ്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ മഴ കാരണം ദേ ആർ ആസ്കിങ് us to move inside. സോ അങ്ങനെ എൻ്റെ സിസ്റ്റർ വന്നിട്ടില്ല, അവളവിടെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. വാട്ട് ടു ഡു, മഴ കാരണം കൂടുതലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അനിയത്തി ആ ഒരു സൈഡിൽ കൂടെ അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് മിസ്സായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇവിടെ കണ്ടുപിടിക്കാനൊക്കെ. സോ ഇവിടെ നല്ല സൺ ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഏത് എൻട്രൻസിൽ കൂടെ അവൾ കയറിയെന്നറിയില്ല, പാൻറ്റലൂൺസ് എവിടെയാണുള്ളത് ഒന്നും അറിയില്ല. അപ്പോൾ ദേ അവരെ കണ്ടു, ദേ വരുന്നവർ, ഇവർ ആ സൈഡിൽ കൂടെ ആയിരിക്കും. ക്രിസ്മസിൻ്റെ ഒക്കെ അവർ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. അവിടെ നിന്നാണ് യൂഷ്വലി കയറാറ്. ജയ്പൂർ രാജ്യത്തെ ഡ്രസ്സുകൾ. മാക്സിൽ കയറി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മാക്സ്. ഇവിടെ പോയി ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ മാക്സ്. അതെ അതെ. ഇതൊക്കെയാണ് ക്രോക്സ്. 399, 299 കുറേ എല്ലാം ബൈ 2 get 1 ഫ്രീ ആണ്. ആ പറ. ആ പോ.
ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അറിയത്തില്ല. എന്നാ വാ പോവാ. നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോകുന്നത്. വളരെ ഫേവറേറ്റ് സ്ഥലം ആണോ? ആ അയ്യേ അടുത്തൊരു കാഴ്ച ഓർഡർ അവർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. സൂപ്പർ വെജ്. ഇത് ദിസ് ചിക്കൻ ഫോർ യു ആൻഡ് അമ്മു ദിസ് ഇസ് പനീർ. അതെടുത്തു. പനീർ. സോ ഞാൻ പനീറാണ് മേടിച്ചിരിക്കുന്നത്. ആ അത് വെജാ കുഞ്ഞാ. അത് അമ്മുമ്മയുടെ വെജ്. എന്നാ ഇത് ചിക്കൻ. എന്നാ ചിക്കൻ എന്നാ വെജ് വെജ്. വാങ്ങിച്ചു 200 രൂപയ്ക്ക്. കഴിക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. മുഖം കണ്ടറിയാം. 200 രൂപ ചിലവാക്കിയതിൻ്റെ അത് എന്തായാലും നീ കാണിച്ചേ പറ്റൂ. ഐ തിങ്ക് സോ. ഇത് നല്ല യമ്മിയല്ലേ? ഗോൾഡ് കോഫിയാണ്. അപ്പോൾ അവളെ എന്നോട് കുടിക്കാൻ പറയാം. ഞാനത് ടേസ്റ്റ് പറയുന്നില്ല. ഞാൻ അവളെ പ്ലീസ് പറഞ്ഞതും കെഞ്ചിയതും ഒന്നും ഇവള് കെഞ്ചിയത് ഇതിനാന്ന് എനിക്ക് മനസ്സിലായി. പറ്റത്തില്ല. നീ 1000 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാപ്പി കുടിക്കത്തില്ല. അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് കഹി. നമ്മുടെ കഴിച്ചോ എല്ലാവരും ഓരോ സിപ്പ് കുടിച്ചാൽ അത് തീർക്കാവുന്നതേ ഉള്ളൂ. നൈസ് ടേസ്റ്റ്. നമ്മുടെ യു ക്യാൻ. യെസ്. മമ്മി നീ കുറച്ചുകൂടി. മമ്മി നീ കുറച്ചുകൂടി. ഭാവം വ്യത്യാസമൊന്നുമില്ല. എന്നാലും മാക്സിമം നോക്കുന്നത്. ഇനി കുഞ്ഞ യു ക്യാൻ ഡു ഇറ്റ്. നീ കൂടെ നിന്റെ ആക്ഷനും കൂടെ എനിക്ക് കാണാം. ഐ വാണ്ടഡ് ടു ക്യാപ്ചർ എവറിബഡീസ് റിയാക്ഷൻ. മഹേഷേട്ടന്റെ തൊണ്ട പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ചേട്ടൻ പാവം നമ്മള് ഇതാക്കുന്നില്ല. ഐസ് വേണമെങ്കിൽ വരി തിന്നോ. വേണ്ട കുഞ്ഞാ. നോ യു ഹാവ് കോഫ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ചെയ്തോ.
വൈകി അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയൊക്കെയോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് ക്യാപ്ചർ ചെയ്യാം. ഓൺലൈൻ മോളിൽ നമുക്ക് ബൈ പറയാം. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ അവർ ബൈ പറയുന്നത് ബിക്കോസ് ദേ വാണ്ടഡ് ടു പ്ലേ സംതിങ്. പക്ഷേ അതിന് സമയം എന്ത് ചെയ്യാനാണ് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ആൻറ്റി ഹൗസ് ആണ് വൈക. വൈക എന്നോട് അവിടെ പോകാൻ പറയാം. പക്ഷേ വേണ്ട, നമ്മൾ അങ്ങോട്ട് പോകണ്ട. അതൊക്കെ കരയോ അവിടെ മേളിൽ ഗെയിംസിൻ്റെ അടുത്ത് ടൈം സോണിൽ പോകാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ അതൊന്നും വയ്ക്കുന്നത്. ആദ്യം നോക്കി എത്ര ഗുഡ് ബോയ് ആയിട്ട് അമ്മ പറയുന്നത് കേട്ട് പോകുന്നുണ്ടല്ലേ. യു ഓൾസോ ഡു ദ സെയിം വേ. ഓ മൈ ഗാഡ്. ഇവിടുന്നാണ് ഞങ്ങളന്ന് ഫോട്ടോ എടുത്തത്. ഈ സ്റ്റുഡിയോ എന്നാണ് ഞങ്ങളന്ന് ഫോട്ടോ എടുത്തത്. അവരുടെ കൂട്ടുകാരികളെ കണ്ടിരിക്കുകയാണ്. മലബാറിലേക്കാണ് പോകുന്നത്. മമ്മിക്കൊരു മോതിരം എടുക്കാൻ വേണ്ടി പോവാണ്. വേണ്ടാന്നോ? അതെന്താടാ? ഇവൻ ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം എന്നാണ് ഗൈസ്. സോ നെവർ മൈൻഡ്. ಈ 3 ಲೇಯರ್ ತರ ಚಿಕ್ಕದಲ್ಲ ಚಿಕ್ಕದಲ್ಲ ಕೆಳಗಿನ ಕಾಲತ್ತು എന്തൊക്കെ തരുമോ മമ്മി? എൻ്റെ ഇതെല്ലാം ഞാൻ മമ്മിക്ക് തരാം. ഒരു സിംഗിൾ സ്റ്റോൺ. രസം. കാണിച്ചു. അറിയത്തില്ല. ഒന്നാ രണ്ടാണ്. ഇത് ഒട്ടിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ಇದು ಸಿಲ್ವರ್ ತೊಗೊಂಡ್ಬಿಟ್ಟಿದ್ರಲ್ಲಿ ಅಡ್ಜಸ್ಟ್ ಮಾಡೋಕ್ಕಾಗುತ್ತಾ? ಇಲ್ಲ, ಸಿಲ್ವರ್ಗೆ ಸಿಲ್ವರ್ അത് കൊടുത്തിട്ടാണ് മൂക്കുത്തി എന്തെങ്കിലും. ഞാൻ വിചാരിച്ചത് സിൽവർ ചെയിൻ പറ്റുമോ അമ്മണിക്ക്? അതെല്ലാം കുഴപ്പമില്ല.
എന്താ ചേട്ടാ ബോറടിക്കുവാണോ? എന്തെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ എന്താ പ്ലാൻ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് കളക്ഷൻസ്. അതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഗൈസ്. കൂട്ടുകയാണ് ചേച്ചി. ഇതെല്ലാം വാങ്ങി ഞങ്ങൾ പോവാണ്. അമ്മു ഹാപ്പി? So we are done with it. Malabar Goals. കാർ പാർക്കിംഗ് അവർ തന്നെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. സോ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ കാർ. സോ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വി ആർ ഗോയിങ് ഹോം. ഇനി ഒന്നുമില്ല. അപ്പം സൺഡേ ഞങ്ങൾ വെൽ സ്പെൻഡ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.